സൂക്ഷിക്കേണ്ടത് നാവിനെയാണ് സഹാബ. നാവെന്ന് പറഞ്ഞാൽ വല്ലാത്ത ചതി ചെയ്യുന്ന അവയവമാണ്. ആ നാവിനെ സൂക്ഷിക്കാതെ നിങ്ങൾ ജീവിക്കല്ലേ സഹാബ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലാ തുക്സറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവിനെ കൂടാതെ വർത്തമാനം നിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോയാൽ ദുനിയാവിന്റെ ആഗ്രഹങ്ങളിലായി ജീവിച്ചുകൊണ്ട് മോശമായ വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ ധാരാളം സംസാരിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കാഠിന്യം ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശൈത്താൻ കടന്നു വരികയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ അറകളിൽ അവനെ ഇരിപ്പിടം ഉണ്ടാക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവനാണ്. നിന്നെ കൊണ്ട് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അവനാണ്. നിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ മാധുര്യം കടന്നു വരില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ കൂടാതെ ഒരു വർത്തമാനം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിൽ നിന്ന് ഏറ്റവും വിദൂരമായവൻ ആരെന്നറിയോ? അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളത് ആരോടാണെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹു വിദൂരമാക്കുന്നത്, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടാത്തത് ആർക്കെന്നറിയോ സഹോദരിമാരെ? അല്ലാഹുവേ, അത് ഖൽബുൽ ഖാസിയാണ്, ഹൃദയം കറുത്തുപോയവനാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയാത്ത ഹൃദയമുള്ളവനാണ്. ശൈത്താന് വഴിപ്പെട്ടു പോയൊരു മനുഷ്യനാ അവൻ. അല്ലാഹുവിൽ നിന്ന് വിദൂരത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ